വളരെ അനുഗ്രഹീതമായ ഈ രാത്രിക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയുടെ 19ാമത് രാത്രിയിൽ ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാൻ എന്നെ പ്രാപ്തനാക്കുന്ന സർവശക്തനായ ദൈവത്തിന് ഞാൻ സകല മഹത്വം അർപ്പിക്കുകയും കർത്താവിന്റെ വലിയൊരു ദാസൻ പാസ്റ്റർ ജോൺ ടി മാത്യു അവറുകൾ, പ്രിയ പൊന്നച്ചൻ പാസ്റ്റർ, ഈ സഭയിലെ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, ആരാധനയ്ക്ക് അനുഗ്രഹീത നേതൃത്വം കൊടുക്കുന്ന പ്രിയ സഹോദരങ്ങൾ, നിങ്ങളെല്ലാവരെയും ഓർത്ത് ഇന്ന് രാത്രി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മളെല്ലാവരും വളരെ മുഖപരിചയമുള്ളവരും, നിങ്ങളിൽ പലരും വളരെ വ്യക്തിപരമായി കഴിഞ്ഞ വർഷങ്ങളിൽ എനിക്ക് ആത്മീയ ബന്ധം പുലർത്തുവാൻ കഴിഞ്ഞിട്ടുള്ളവരുമാണ്. നല്ല അയൽക്കാരായിട്ട് കഴിഞ്ഞ ദീർഘവർഷങ്ങളായി നമുക്ക് ഈ പട്ടണത്തിൽ കഴിയുവാൻ ദൈവാവസരങ്ങളെ തന്നു. ആമുഖമായി അധിക കാര്യങ്ങൾ പറയുവാൻ ഇന്ന് ഞാൻ തുനിയുന്നില്ല. അതിന് മറ്റൊരു അവസരമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ 18 ദിവസങ്ങളായിട്ട് പ്രാപിച്ച ദൈവകൃപയിൽ ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കളാണ് ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്നത്. ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഈ സഭ ദൈവമക്കൾ കാണിക്കുന്ന സമർപ്പണം അത് വളരെ വലുതാണ്. പൂർവകാലങ്ങളിൽ ആ നിലയിൽ ഈ സഭ മുന്നേറുന്നത് എനിക്ക് കാണുവാൻ, മനസ്സിലാക്കുവാനിടയായി തീർന്നു. അനുഗ്രഹീതനായ കർത്താവിന്റെ ദാസന്റെ ആത്മീക നേതൃത്വം ഈ സഭയ്ക്ക് വരും ദിവസങ്ങളിൽ പൂർവാധികം ആത്മീക വർധനവിന്, അനുഗ്രഹത്തിന്, വിശാലതയ്ക്ക് ദൈവം കാരണമാക്കി തീർക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഉപവാസത്തിലും പ്രാർത്ഥനയിലുമാണല്ലോ ഇന്ന് രാത്രി നമ്മളായിരിക്കുന്നത്. പ്രാരംഭത്തിൽ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ദൈവാത്മാവ് എന്നെ നടത്തുന്ന നിലയിൽ മുന്നോട്ട് പോകുവാനാണ് ദൈവകൃപയിൽ ഞാൻ ആശ്രയിക്കുന്നത്. ഫാസ്റ്റിംഗ്, ഉപവാസം. കുഞ്ഞുങ്ങൾക്ക് മറുപടി പറയാൻ കേട്ടോ. ഈസ് ഇറ്റ് എ റിക്വയർമെന്റ് ഓർ എ റെക്കമെൻഡേഷൻ? What do you feel? കുറച്ചുകൂടെ മനസ്സിലാക്കാൻ ചോദിച്ചാൽ, is it a commandment or an exhortation? ഉപവാസം എന്ന് പറയുന്നത് ഒരു കൽപ്പനയാണോ, ഒരു പ്രബോധനമാണോ? ഉപവാസം എന്ന് പറയുന്നത് നിർബന്ധമായി നാം അനുഷ്ഠിക്കേണ്ടതാണോ, നിയോഗത്തിനനുസരിച്ച് ചെയ്യേണ്ടതാണോ? ഈ 19ാമത്തെ സന്ധ്യയിൽ വന്ന് ഇങ്ങനെയുള്ള ചോദ്യം ഞങ്ങളുടെ നടുവിൽ ഉയർത്തുകയാണോ എന്ന് നിങ്ങളുടെ പലരുടെയും നോട്ടം അർത്ഥമാക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും പ്രതികരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. എന്തു പറയുന്നു? ഉപവാസം എന്താണ് എന്നുള്ളതാണ്. കൂടെ വസിക്കുക, ഗുഡ്. നമ്മള് ഉപവാസത്തിൽ കൂടെ വസിക്കുന്നു, കൂടുതൽ കൂടെ വസിക്കുന്നു. പിന്നെ ഉപവാസം വിടുമ്പോൾ നമ്മള് അല്പം അകന്ന് വസിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഉപവാസത്തിൽ മാത്രം കൂടെ വസിച്ചാ പോരാ, അല്ലേ? ഉപവാസം എന്ന് പറയുമ്പം ചിന്തകരും കർത്താവിന്റെ ദാസന്മാരും ഒക്കെ കൂടെ വസിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി എന്താ പറയുന്നതെന്നറിയാമോ? ഉപമുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ആരാ? കൂടിയിരിക്കുന്ന ആളാണോ? പിന്നെ ആരാ? ഉപപ്രധാനമന്ത്രി എന്ന് പറയുമ്പോ ആരാ എന്ന് പറയുന്നല്ല, ഉപവാസം എന്ന് പറയുന്നു. ചില ചിന്തകർ പറയുന്നത് കൂടെ വസിക്കുന്നതിനേക്കാൾ താഴ്ന്നു വസിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അല്പം കൂടെ ഒന്ന് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുക എന്നുള്ള. നിങ്ങളുടെ ഉത്തരങ്ങളെ ഒന്നും ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുമല്ല, തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ പറയുന്ന ഓരോ ഉത്തരത്തിനകത്തും ഒരു ദൂത് കാണും. അപ്പൊ അതൊന്നും എടുത്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉപവാസം എന്ന് പറയുന്നത് ഒരു റിക്വയർമെന്റ് ആണ് എന്ന് വിചാരിക്കുന്നവരുണ്ട്. വിരോധമില്ല. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരതിനെ ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് കാണും. ഉപവസിച്ചില്ലെങ്കിൽ ദൈവം കോപിക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം കണ്ടെത്താൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും.
ദൈവകോപം ഭയന്ന് നമ്മൾ ആരും ഉപവസിക്കുന്നവരല്ല. ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹവും നമ്മുടെ സമർപ്പണവുമാണ് ഉപവാസത്തിന്റെ പ്രേരക ഘടകമെന്ന് പറയുന്നത്. അല്ലാതെ പല നിലകളിൽ ഉപവസിക്കുന്നുണ്ട്. ബഹുഭൂരിപക്ഷം ആളുകളും ഉപവസിക്കുന്നത് ഒരു പരിധിവരെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലേ? ലക്ഷ്യങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് അത് സാധിച്ചെടുക്കേണ്ടതിന് വേണ്ടിയുള്ള ഒരു മുഖാന്തരമായി ഉപവാസത്തെ ഉപയോഗിക്കുന്ന ഒരു തലമുറയുടെ നടുവിൽ കാര്യം സാധിച്ചാലും സാധിച്ചില്ലെങ്കിലും ഉപവാസം എന്ന് പറയുന്നത് ഞാനും എന്റെ ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ ഒരു പ്രതിഫലനമാണ്, പ്രതികരണമാണെന്ന് ഉറപ്പുള്ള ദൈവമക്കൾക്കായി ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുന്നു. സ്തോത്രം. ദൈവത്തോട് ആത്മബന്ധം പുലർത്തുന്ന ഒരു ദൈവവൈതലിന് ഉപവസിക്കാതിരിക്കാൻ കഴിയത്തില്ല. അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. എന്നാൽ ശുശ്രൂഷകന്മാരായ ഞങ്ങൾ ദൈവമക്കളെ ഉത്സാഹിപ്പിക്കും ഉപവസിക്കാൻ. കാര്യം അത് നിമിത്തമുള്ള അനുഗ്രഹങ്ങൾ എന്തെന്ന് നന്നായി അറിയാവുന്നത് കൊണ്ടാണ്. സ്തോത്രം. ഞാൻ എന്റെ സഭയിലെ ദൈവമക്കളോട് വളരെ ഖണ്ഡിതമായി പറയാറുണ്ട്, നിങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സഭയിൽ സംബന്ധിക്കണം, വ്യക്തിപരമായി സമയം ചിലവഴിക്കണം. അല്പം കട്ടികൂട്ടി ചിലപ്പം പറഞ്ഞിട്ടുണ്ട്. അഥവാ അങ്ങ് മസിൽ പിടിച്ചാൽ, ചില ആളുകൾക്ക് അങ്ങനെ ഒരു മസിൽ പിടുത്തമുണ്ടല്ലോ, ഞാൻ ഉപവസിക്കത്തില്ല, അങ്ങനെ ആരും ഇവിടെ ഇല്ലാത്തതിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഞാൻ അങ്ങനെ ചിലരെ കണ്ടിട്ടുണ്ട്. അവർ ഉപവസിക്കത്തില്ല. അതിന് ന്യായമായതും അന്യായമായതുമായ പല കാരണങ്ങളും അവർ പറയും. അങ്ങനെയുള്ള ചിലരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത്ര വാശി പിടിച്ചാൽ തമ്പുരാൻ കൊണ്ട് കട്ടിലേക്ക് കിടത്തി അതിലൊരു ബോർഡും വെപ്പിച്ചേച്ച് നിന്നെ ഉപവസിപ്പിക്കും. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ബോംബെയില് ശുശ്രൂഷയിലായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ആശുപത്രിയിൽ ഒരു ആളിനെ കാണുവാൻ വേണ്ടി ചെന്ന് വാർഡിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ചില കട്ടിലുകളിൽ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നു, NBM. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഈ അറവിശാലയിലൊക്കെ കന്നുകാലികൾക്കൊക്കെ ഇങ്ങനെ അതിന്റെ പുറത്തും അല്ലാതെയൊക്കെ ബോർഡ് എഴുതി വെച്ച് കണ്ടിട്ടുണ്ട്, നാളെ ഇതിന്റെ കശാപ്പാന്നൊക്കെ പറയുന്നു. എന്ന് പറയുന്ന പോലെ ഒരു ബോർഡ് ആ കട്ടിലേ തൂക്കി. അന്ന് എനിക്ക് മനസ്സിലായില്ല അത് എന്നാണെന്ന്. ഞാൻ അതുകൊണ്ട് അവിടെയുള്ള ഒരു സഹോദരി ചോദിച്ചു, എന്നാ ഈ NBM എന്ന് പറഞ്ഞ എന്നാ? അപ്പൊ പറഞ്ഞു, വലിയ കാര്യമൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ, നിൽ ബൈ മൗത്ത്. ഇവിടെ നേഴ്സുമാരുണ്ടല്ലോ, നിങ്ങൾ ഇവിടെ എന്തുവാ തൂക്കുന്നത്? NBO, നിൽ ബൈ ഓറൽ അല്ലേ? അങ്ങനെയാണോ? ഇനി NBM ആയാലും NBO ആയാലും അർത്ഥം മനസ്സിലായി. എന്താ? എത്ര ആക്രാന്തം കാണിച്ചാലും ഒന്നും കൊടുത്തേക്കരുതെന്ന. ചിലർക്കാണല്ലോ ഈ സമയാസമയം അടുക്കുന്ന സമയത്ത് ഒരു പരവേശം വരുമല്ലോ, എത്ര പരവേശം വന്നാലും കൊടുക്കാൻ പാടില്ലെന്ന. അങ്ങനെ കിടന്ന് പരവേശം കാണിച്ച് ഉപവസിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാ സ്വയം സമർപ്പണത്തിൽ ദൈവസന്നിധിയിൽ ഒന്ന് കർത്താവിനോട് അടുത്ത് ചെന്ന് സ്തോത്രം നമുക്ക് സമയം ചിലവഴിക്കുവാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. അതിന് കാഴ്ചപ്പാട് ലഭിച്ച ദൈവമക്കൾക്കായി ഇന്ന് സന്ധ്യയിൽ ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. സ്തോത്രം. ഇത് ഉപവാസ പ്രാർത്ഥനയായതുകൊണ്ട് ഈ ഉപവാസ പ്രാർത്ഥനയിൽ സംഭവിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസന്മാരും ഇവിടെയുള്ള ദൈവദാസന്മാരും ഒക്കെ നിങ്ങളോട് പറഞ്ഞു കാണും. എന്നാൽ എല്ലാ കാര്യങ്ങളെയും ഒരു 3 വിഷയത്തിൽ ഉൾപ്പെടുത്തിയാൽ ഞാനിങ്ങനെ പറയാറുണ്ട്. ഉപവാസ പ്രാർത്ഥനയിൽ 1, ആത്മശോധന നടക്കണം, സ്വയശോധന നടക്കണം. രണ്ടാമത്തേത്, ആ ശോധന നമ്മെ ആത്മസമർപ്പണത്തിലേക്ക് നടത്തണം. ആ ആത്മസമർപ്പണം നമ്മെ ആത്മശക്തിയിലേക്ക് നയിക്കണം. സ്തോത്രം. ഒന്നുകൂടെ ഞാൻ പറയാം. ആത്മശോധന, ആത്മസമർപ്പണം, ആത്മശക്തി പുതുക്കുന്ന അനുഭവം, ഇത് 3 ഈ ദിവസങ്ങളിലെ ഉപവാസ പ്രാർത്ഥനയിൽ വെളിപ്പെട്ടു വന്നാൽ
ഒരുപക്ഷെ നിങ്ങൾ എന്നോട് തിരികെ ചോദിക്കുക, ഇത്രയും മതിയോ പാസ്റ്ററെ? അപ്പൊ ഞങ്ങള് ഇവിടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കൊന്നും ഒരു വിടുതലുണ്ടാകണ്ടായോ എന്നൊരു പക്ഷേ നിങ്ങൾ എന്നോട് ചോദിക്കും. എനിക്ക് ഉത്തരം പറയാനുള്ളത്, ഈ പറയപ്പെട്ട 3 കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കേണ്ടതുപോലെ നടന്നു കഴിഞ്ഞാൽ വിടുതലിന്റെ പുറകെ നിങ്ങൾ പോകേണ്ട ആവശ്യകത വരാതെ വണ്ണം, പ്രൈസ് ദി ലോർഡ്, നീ ആഗ്രഹിക്കുന്ന വിടുതലുകൾ, നീ കാത്തിരിക്കുന്ന നന്മകൾ നീ അറിയാതെ നിന്നെ അനുഗമിക്കുമെന്ന് ഇന്ന് സന്ധ്യയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ആലോചന പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുന്നു. ഈ 2 ദിവസങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങളോട് സംസാരിക്കുവാൻ ദൈവാത്മാവ് എനിക്ക് തന്ന നിയോഗവും വിഷയവും എന്ന് പറയുന്നത് എബ്രായ ലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിന്റെ ഒരു ഭാഗമാണ്. ഒരു ഭാഗം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ വാക്യത്തിന്റെ മലയാളം 2-ാമത്തെ ഭാഗവും ഇംഗ്ലീഷിൽ ആദ്യത്തെ ഭാഗവും. ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നു, ഫോർ വി ആർ മെയ്ഡ് പാർട്ടേക്കേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. മലയാളത്തിൽ 2-ാം ഭാഗം, നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. ചില വേർഷൻസ് ഇഫ് വി ആർ മെയ്ഡ്, ഫോർ വി ആർ മെയ്ഡ്. മറ്റു പല പരിഭാഷകളും പല നിലകളിൽ പറയുന്നുണ്ട്. എങ്കിൽ തന്നെയും ആ വേദഭാഗത്തിൽ നിന്ന് അടർത്തിയെടുക്കുന്ന ഈ 2 ദിവസങ്ങളിലെ നമ്മുടെ വേദചിന്ത എന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ള നമ്മുടെ പങ്കാളിത്തം എന്നുള്ള വിഷയം. ഫോർ വി ആർ മെയ്ഡ് പാർട്ടേക്കേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. ശ്രദ്ധിക്കുക ദൈവമക്കളെ, എനിക്കറിയാം ഉപവാസ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേക അന്തരീക്ഷമുണ്ട്, ഒരു പ്രത്യേക ശൈലിയുണ്ട്, ജനത്തിന് പ്രതീക്ഷകളുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കുന്ന ഒരിടയനാണ് ഞാൻ. ഓരോ വചന ശുശ്രൂഷയിലും പ്രസംഗകരുടെ ആശയമുണ്ട്, ജനത്തിന്റെ പ്രതീക്ഷയുണ്ട്. എന്നാൽ അതിലെല്ലാം ഉപരി ദൈവത്തിന്റെ ആലോചനയുണ്ട്. കഴിഞ്ഞകാല അനുഭവങ്ങളിൽ നിന്നും പഠനത്തിൽ നിന്നും ഒക്കെ എന്റെ പക്കൽ ഒരുപക്ഷെ ഒരുപാട് ആശയങ്ങൾ ഉണ്ടായിരിക്കും. ഉപവാസ പ്രാർത്ഥനയായതുകൊണ്ട് നിങ്ങൾ പലരും കേൾക്കുവാൻ പ്രതീക്ഷിക്കുന്ന പല വിഷയങ്ങളും ഉണ്ടാകും. കുഴപ്പമില്ല. എന്നാൽ ഇതിനെല്ലാം സമന്വയിപ്പിച്ചതിനിടയിൽ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുള്ള ആലോചനകളുണ്ടാകും. 1 മണിക്കൂർ സമയം കർത്താവിന്റെ ദാസൻ എനിക്ക് ശുശ്രൂഷിക്കാൻ തന്നു. 1 മണിക്കൂർ പറയുന്നതെല്ലാം ഓരോരുത്തർക്കും ആലോചനയാക്കണമെന്നില്ല. എന്നാൽ അതിനിടയിൽ ഓരോരുത്തർക്കും വേണ്ടി പൊഴിയുന്ന ദൈവത്തിന്റെ വ്യക്തിപരമായ ദൂതുകൾ ഉണ്ടായിരിക്കും, സഭയോടുള്ള സന്ദേശങ്ങൾ ഉണ്ടായിരിക്കും. അശ്രദ്ധയോടെ ആയിരുന്നു നിങ്ങൾക്കുള്ളത് ഇന്ന് രാത്രി അന്യമാക്കി കളയരുതെന്ന് ഒരപേക്ഷയോടുകൂടെ ഇന്ന് രാത്രി തിരുവചന ചിന്തകളിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ക്രിസ്തുവിലുള്ള നമ്മുടെ പങ്കാളിത്തം എന്ന് പറയുന്ന പദം നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള പദം. പങ്കാളിത്തത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നമുക്കറിയാം, ജീവിത പങ്കാളിത്തമാണ് അല്ലെ? കുടുംബസ്ഥരായ നമ്മയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മുടെ ജീവിത പങ്കാളികളുമായിട്ട് നമ്മുടെ ജീവിതം മുഴുവനും നമ്മൾ എന്ത് ചെയ്യുകയാണ്? പങ്കുവയ്ക്കുകയാണ്. പല നിലകളിലും പങ്കാളിത്തമുണ്ട്. ബിസിനസ് മേഖലകളിൽ പങ്കാളിത്തമുണ്ട് പല നിലകളിൽ. ഈവൻ നമുക്കറിയാം കോalition ഗവൺമെന്റ്സിൽ അവരുടെ ഭരണ സംവിധാനങ്ങൾ ഒക്കെ പങ്കുവയ്ക്കുന്ന അനുഭവങ്ങളുണ്ട്. ആമുഖമായ അധിക വിഷയങ്ങളിലേക്ക് പോകാതെ നമ്മുടെ വിഷയത്തിൽ തന്നെ ഇന്ന് രാത്രി ഊന്നൽ കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കുക ദൈവമക്കളെ, ക്രിസ്തുവിൽ നമുക്കൊരു പങ്കാളിത്തമുണ്ട്. For we are made partakers of Christ. നമ്മളെ ക്രിസ്തുവിൽ ആരാക്കി മാറ്റിയിരിക്കുക? പങ്കാളികളാക്കി മാറ്റിയിരിക്കുകയാണ്.
നമുക്കൊരു പങ്കാളിത്തമുണ്ട്. ഈ ലോക ജീവിതത്തിന്റെ വിവിധ അനുഭവങ്ങളിൽ, മേഖലകളിൽ നാം പലരുമായി പങ്കാളിത്തം വഹിക്കുന്ന സമസ്ത മേഖലകളെക്കാളും ഉപരി എനിക്കും നിങ്ങൾക്കും ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ഒരു വലിയ പങ്കാളിത്തം നമ്മൾ പ്രാപിച്ചെടുത്തിട്ടുണ്ട്. ഇന്ന് രാത്രി അതൊന്ന് തിരിച്ചറിയുവാൻ നമ്മുടെ ഉൾക്കണ്ണുകളെ ഒന്ന് തുറക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. പ്രസംഗം മുഴുവനും ഓർക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ ഒരു വാചകം നമ്മുടെ ഹൃദയ പലകയിൽ നമുക്ക് എഴുതുവാൻ കഴിയണം. ഐ ആം മെയ്ഡ് എ പാർട്ടേക്കർ ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ ഞാൻ ഒരു പങ്കാളിയായി തീർന്നിരിക്കുന്ന വ്യക്തിത്വമാണ്. What are the areas of our partaking? More than the partnership, it is a partaking. സ്തോത്രം. റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം നമുക്ക് വളരെ പരിചയമുള്ള ഒരു വാക്യമാണ്. ആരെങ്കിലും ആ വാക്യം ഒന്ന് വായിച്ചു? റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. The first part of our partaking. Yeah. ശ്രദ്ധിക്കുക, നമുക്ക് വളരെ പരിചയമുള്ള വേദഭാഗം. അവിടെ ഒരു പങ്കാളിത്തത്തെക്കുറിച്ച് ധന്യനായ പൗലോസ്ലീഹ റോമയിലുള്ള ദൈവമക്കളോട് പറയുകയാണ്. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ. ഇംഗ്ലീഷിലെ വേർഷൻസ് ഡിഫറന്റ് ആണ്. ബാപ്റ്റൈസ്ഡ് into Christ എന്നൊക്കെയാണ് നമുക്ക് പരിഭാഷകളെ വായിക്കുവാൻ കഴിയുന്നത്. ക്രിസ്തുവിലേക്ക് നമ്മൾ സ്നാനമേറ്റ് ചേരുകയാ എന്ന് അർത്ഥ തലങ്ങൾ അവിടെ കടന്നു വരുന്നുണ്ടെങ്കിലും കുറച്ചുകൂടെ വ്യക്തതയിലാണ് മലയാളത്തിൽ ആ പദപ്രയോഗം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം ദൈവമക്കളും സ്നാനജലത്തിലൂടെ സിംബോളിക്കലായിട്ട് യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ പങ്കാളിത്തം പ്രാപിച്ചവരാണ്, അല്ലെങ്കിൽ അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടവരാണ്. സ്തോത്രം. എന്നാൽ നമുക്കൊരു കാര്യം അറിയാം, നമ്മൾ സ്നാനപ്പെട്ടത് ഒരു സിംബോളിക് ആക്ഷനാണ്. എന്നാൽ ആ സ്നാനജലത്തിൽ നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ സംഭവം നടന്നു, ഒരു വലിയ മാറ്റം നടന്നു, ഒരു വലിയ രൂപാന്തരം നടന്നു. സ്തോത്രം. അതെന്തെന്ന് ചോദിച്ചാൽ എഫേസ്യലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് പരിചയമുള്ളതുപോലെ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന, സ്തോത്രം, നമ്മെ അവൻ എന്തോ ചെയ്തു? ഉയർപ്പിച്ചു. അതിക്രമങ്ങളിൽ പാപങ്ങളിൽ മരിച്ചവരായിരുന്ന നമ്മെ അവൻ ഉയർപ്പിച്ചു. സ്തോത്രം. എന്നാൽ ഒരു ഭാഗത്ത് മരിച്ച നമുക്ക് പുനരുത്ഥാനം ഏറ്റെടുക്കുവാൻ കഴിഞ്ഞപ്പോൾ റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ്ലീഹ പറയുന്നത്, പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി, ശ്രദ്ധിക്കുക ദൈവമക്കളെ, 2 മരണങ്ങൾ. മരണത്തിന്റെ പല മേഖലകളുണ്ടെന്നാൽ ഈ 2 കാര്യങ്ങൾ ഞാൻ ഊന്നുകയാണ്. എഫേസ്യലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, we were dead in sins and trespasses. നമ്മൾ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. എന്നാൽ റോമാലേഖനം 6-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ വരുമ്പോൾ dead to sin. Once we were dead in sins and trespasses, now we are dead to sin. പാപസംബന്ധമായി, സ്തോത്രം, ഒരിക്കൽ നമ്മൾ പാപത്തിൽ മരിച്ചവരായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ പാപത്തിന് മരിച്ചവരാണ്. സ്തോത്രം. ആ മരിച്ച നമ്മുടെ ജീവിത അനുഭവമാണ് നാം ക്രിസ്തുവിനോട് കൂടെ മരിക്കുന്ന അനുഭവം എന്ന് പറയുന്നത്. സ്തോത്രം. അങ്ങനെ പാപസംബന്ധമായി മരിച്ച പഴയ മനുഷ്യനെ അവന്റെ സകല സ്വഭാവങ്ങളോടുകൂടെ സ്നാനജലത്തിൽ കുടിച്ചിടുന്ന സമയത്ത് ലോകത്തോട് നാം വിളിച്ചു പറയുന്ന ഒരു യാഥാർത്ഥ്യം എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ ക്രിസ്തുവിന്റെ മരണത്തിന്റെ പങ്കാളിത്തം എന്റെ ജീവിതത്തിൽ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്.
ഇന്ന് രാത്രി ദൈവവചനത്തിന്റെ മുമ്പിലായിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആത്യന്തികമായി സംഭവിക്കേണ്ടത് എന്തെന്നറിയാമോ? നമ്മുടെ സ്വയം, നമ്മുടെ ജഡം ഒരിക്കൽ നാം മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ഇന്ന് രാത്രി നമുക്കറിയാം, പലപ്പോഴും അതിനെ സബ്മിസീവാക്കി വെക്കേണ്ട സ്ഥാനത്ത് ആ നിലയിൽ നമുക്കാക്കി വെക്കുവാൻ കഴിയാതെ സ്വയം ഉയരുന്ന, ജഡമുയരുന്ന, സ്വാർത്ഥത ഉയരുന്ന, ലൗകികത ഉയരുന്ന അനുഭവങ്ങളുടെ മേൽ ആത്മാവിനാൽ ഒരു ജയം പ്രാപിക്കേണ്ടതിനാണ് ഈ ഉപവാസമെന്ന് ഇന്ന് രാത്രി എത്ര ദൈവമക്കൾക്ക് തിരിച്ചറിയുവാൻ കഴിയും? സ്തോത്രം. ഡീട്രിച്ച് ബോൺഹോഫർ എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ ജർമ്മൻ വേദശാസ്ത്രജ്ഞനുണ്ടായിരുന്നു. ആ ദൈവത്തിന്റെ മനുഷ്യൻ കർത്താവിന്റെ നാമനിമിത്തം താൻ കൊല്ലപ്പെടുകയാണ് ചെയ്തത്. താൻ എഴുതിയ പ്രശസ്തമായൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേരാണ് ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. അതിന്റെ മലയാള പരിഭാഷയാണ് വരിക ക്രൂശിക്കപ്പെടുക. നിങ്ങൾ പലരും ഒരുപക്ഷെ ആ പുസ്തകം വായിച്ചിട്ടുണ്ടായിരിക്കും. ഇല്ല എങ്കിൽ വായിക്കുന്നത് നല്ലതാണ്. ആ ദൈവ മനുഷ്യൻ പറയുന്നത് എങ്ങനെയാണ്? യേശുക്രിസ്തുവിന്റെ ഓരോ വിളിയും വരിക, എന്നോടുകൂടെ ക്രൂശിക്കപ്പെടുക എന്നുള്ളതാ. സ്തോത്രം. വരിക, എന്നോടുകൂടെ ക്രൂശിക്കപ്പെടുക. യേശുക്രിസ്തു ആരെങ്കിലും വിളിച്ചാൽ അവരോട് പറയുന്നത് വന്ന് എന്നോടുകൂടെ ക്രൂശിക്കപ്പെടാനാ. അത് പറഞ്ഞാൽ ഇന്ന് ആളിനെ കിട്ടുവോ? സ്തോത്രം. വരിക, അനുഗ്രഹം പ്രാപിക്കുക. നമ്മളും അങ്ങനെയല്ലേ? നമ്മള് കൺവെൻഷൻ നോട്ടീസ് അടിച്ചാൽ, നമ്മള് എന്ത് അഡ്വർടൈസ്മെന്റ് കൊടുത്താലും നമ്മൾ അങ്ങനെയല്ലേ പറയുന്നത്? വരിക, അനുഗ്രഹം പ്രാപിക്കുക. എന്നാൽ നമ്മുടെ കർത്താവ് ഒരുത്തരെയും വിളിക്കുന്നത് അങ്ങനെയല്ല. വരിക, എന്നോടുകൂടെ ക്രൂശിക്കപ്പെടുക. എന്നാൽ കാഴ്ചപ്പാട് പ്രാപിച്ച ഒരു ദൈവമൈതലറിയാം, അവന്റെ അടുക്കൽ ചെന്ന് അവനോടുകൂടെ ക്രൂശിക്കപ്പെടുവാൻ ഏൽപ്പിക്കപ്പെടുന്നത് ഒരനുഗ്രഹമാണെന്ന് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ചറിയുന്ന ഒരു കൂട്ടം ദൈവമക്കളാണ് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത് ഓർത്ത് ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. വരിക, ക്രൂശിക്കപ്പെടുക. ആ കാഴ്ചപ്പാടിലാണ് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവന്റെ മരണത്തിന്റെ പങ്കാളിത്വം. സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നമുക്കിങ്ങനെ പൗലോസിന്റെ വാക്കുകൾ വായിക്കുവാൻ കഴിയുന്നുണ്ട്. ആ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വായിച്ചേ. അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട്, സ്തോത്രം, യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ പങ്കാളിത്വം പ്രാപിക്കുക എന്നുള്ള അതേ ആശയമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവന്റെ മരണത്തോട് എന്ത് ചെയ്യണമെന്നറിയാമോ? അനുരൂപപ്പെടണം. പൗലോസിന്റെ ജീവിതത്തിന്റെ ആഗ്രഹം. സ്തോത്രം. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന നമ്മോട് ഓരോരുത്തരോടും നമ്മുടെ ആഗ്രഹങ്ങളുടെ ലിസ്റ്റ് എഴുതാൻ പറഞ്ഞാൽ, നമ്മുടെ ആവശ്യങ്ങളുടെ ലിസ്റ്റ് എഴുതാൻ പറഞ്ഞാൽ, പ്രത്യേക ഉപവാസ പ്രാർത്ഥനയായതുകൊണ്ട് നമുക്ക് വലിയ ലിസ്റ്റ് കാണും. കാലങ്ങളായിട്ട് എഴുതി സൂക്ഷിക്കുന്ന പല ലിസ്റ്റുകളും പലരുടെയും വേദപുസ്തകത്തിനകത്ത് ഒരുപക്ഷെ സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ അതിനൊന്നും എതിരല്ല. നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക, പ്രാർത്ഥിച്ചുകൊള്ളുക, പ്രാപിച്ചുകൊള്ളുക. എന്നാൽ പൗലോസ്ലീഹയോട് നിന്റെ ജീവിതത്തിന്റെ ആത്യന്തികമായ ആവശ്യകത എന്തെന്ന് ചോദിച്ചാൽ അവന് പറയുവാനുള്ളത് എന്തെന്നറിയാമോ? എനിക്ക് അവന്റെ മരണത്തോട് അനുരൂപപ്പെടണം. സ്തോത്രം. ഹല്ലേലൂയ. അനുരൂപപ്പെടുന്നത് നിമിത്തമുണ്ടാകുന്ന ഗുണമെന്തെന്നറിഞ്ഞതുകൊണ്ട് അവൻ അങ്ങനെ പറയുന്നത്. സ്തോത്രം. അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ഒന്ന്, അവനെയും, സ്തോത്രം, അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും, സ്തോത്രം, എന്ത് ചെയ്യാൻ പറ്റും? അനുഭവിച്ചറിയാൻ പറ്റും. സ്തോത്രം. ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുന്ന ദൈവമൈതലേ, നീ അവന്റെ മരണത്തിന്റെ പങ്കാളിത്തം പ്രാപിച്ചാൽ, അവന്റെ മരണത്തോട് നീ ഒന്ന് അനുരൂപപ്പെട്ടാൽ, അടുത്ത പടി എന്താണെന്നറിയാമോ? അവനെ നിനക്ക് അനുഭവിച്ചറിയാൻ കഴിയും. അവനെ നിനക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. എന്റെ യേശുവിനെ എനിക്ക് എങ്ങനെ അനുഭവിച്ചറിയുവാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഒത്തിരി ഉത്തരം എനിക്ക് പറയുവാനില്ല. ഒറ്റ ഉത്തരം ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം. അവന്റെ മരണത്തോട് നിങ്ങൾ
നിങ്ങളൊന്ന് അനുരൂപപ്പെട്. സ്വയം ഒന്ന് മരിക്കുവാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക്. അവനെ നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഈ ദിവസങ്ങളിൽ തങ്ങളെ തന്നെ മരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവത്തിന്റെ മക്കൾ അവനെ ഇന്നലകളിൽ അനുഭവിച്ചതിനേക്കാളുപരി അനുഭവിച്ചറിയുന്ന ദിവസങ്ങളാകിയാൽ ഈ രാത്രി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഒന്ന്, നീ അവനെ അനുഭവിച്ചറിയും. ഹല്ലേലൂയ. രണ്ട്, അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി, ഹല്ലേലൂയ, അതനുഭവിച്ചറിയുവാൻ കഴിയും. ഉപവാസ പ്രാർത്ഥനയെ ശക്തി പുതുക്കാൻ നമ്മൾ കാത്തിരിക്കുന്നവരാണല്ലോ. വചനം നമ്മോട് അത് പറയുന്നുണ്ടല്ലോ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. പ്രവാചകന്റെ ശബ്ദം സത്യമാണ്. എന്നാൽ അതിലുപരി പുതിയ നിയമവിശ്വാസിയോട് എനിക്ക് പറയാനുള്ള ദൂതെന്ന് പറയുന്നത്, കാത്തിരിക്കുന്നത് മാത്രം പോരാ. കാത്തിരിക്കുന്നത് മാത്രം പോരാ. നീ അവന്റെ മരണത്തോടൊന്ന് അനുരൂപപ്പെട്ടു നോക്ക്. അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി, അതിന്റെ അളവറ്റ നിലയിൽ നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്നത്. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ ദൈവശക്തി ഈ ഹോളിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഓ, ആത്മാവിൽ അത് അനുഭവിക്കുവാൻ എത്ര ദൈവമക്കൾക്ക് കഴിയും? അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി ഈ രാത്രി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ പേരും അതിന്റെ അളവറ്റ നിലയിൽ ഇറങ്ങി ആവശ്യിക്കണേ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ, ഇതൊക്കെ അനുഭവിച്ച് അറിയേണ്ടതിന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു ഭാഗം കൂടെ എനിക്ക് പറയണം. അതുകൊണ്ട് അതിന്റെ വിശാലതയിലേക്ക് പോകാതെ ഒന്ന് രണ്ട് കാര്യം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. If you die for yourself. 2 Corinthians 5:14-15 വാക്യങ്ങളൊന്ന് വായിച്ചു വേഗത്തിൽ. 2 Corinthians chapter 5 verses. നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ, എല്ലാവരും മരിച്ചുവെന്നു. ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല. നമുക്കറിയാം, നമ്മുടെ കർത്താവ് നമുക്ക് എല്ലാവർക്കും വേണ്ടി മരിച്ചു. നമ്മൾ കർത്താവിനോട് കൂടെ മരിച്ചത് കൊണ്ട് നമ്മളെല്ലാവരും, നമ്മളെ ആരും നെണ്ണണമെന്നറിയാം? മരിച്ചവരെ നെണ്ണണം. സെയിന്റ് അഗസ്റ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, വിശുദ്ധ അഗസ്റ്റിനെ കുറിച്ച്. അദ്ദേഹം കർത്താവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് വളരെ മ്ലേച്ഛമായി ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു. വളരെ മ്ലേച്ഛമായി, മഹാഭാവിയായി ജീവിച്ച മനുഷ്യൻ. എന്നാൽ ക്രിസ്തുവിനെ കണ്ടെത്തി തന്റെ ജീവിതത്തിൽ വലിയ രൂപാന്തരം വന്നു. ഒരു ദിവസം താന് വഴിയിലൂടെ പോകുന്ന സമയത്ത് തന്റെ ഒരു പഴയ സ്നേഹിത പുറകിൽ നിന്ന് അഗസ്റ്റിൻ 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 എന്ന് വിളിച്ചുകൊണ്ട് തന്റെ അരികിലേക്ക് ഓടി വന്നു. എന്നിട്ട് അഗസ്റ്റിനോട് ചോദിച്ചു, നീ എന്നെ മറന്നുപോയോ? ഒരു ഭാവവ്യത്യാസവുമില്ലാതെ അഗസ്റ്റിൻ അവളെ നോക്കി നിന്നു. അത്ഭുതത്തോടുകൂടെ പൂർവകാല സ്മരണകൾ ഈ സഹോദരി അഗസ്റ്റിനെ പുതുക്കി കൊടുക്കുമ്പോൾ അഗസ്റ്റിൻ പറയുന്ന ഒരു വാചകമുണ്ട്, സഹോദരി, നിനക്കറിയാവുന്ന അഗസ്റ്റിൻ മരിച്ചുപോയി. നീ ഇപ്പോൾ കാണുന്ന അഗസ്റ്റിൻ പഴയ അഗസ്റ്റിൻ അല്ല, ഇത് പുതിയ അഗസ്റ്റിനാ. പുറമേ നോക്കിയപ്പോൾ വ്യത്യാസമൊന്നും അഗസ്റ്റിനില്ല അധികം. അതുകൊണ്ട് ആ സ്ത്രീക്ക് അഗസ്റ്റിനെ ഐഡന്റിഫൈ ചെയ്യുവാൻ കഴിഞ്ഞു. പക്ഷെ അഗസ്റ്റിൻ പറയുകയാണ്, പഴയ അഗസ്റ്റിൻ മരിച്ചുപോയി. നിനക്ക് പരിചയമുള്ള അഗസ്റ്റിൻ മരിച്ചുപോയി. ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മളിൽ എത്ര പേർക്ക് അഭിമാനത്തോടെ പറയുവാൻ കഴിയും, പൂർവകാല അനുഭവങ്ങളിൽ പാപമനുഷ്യനായി ജീവിച്ച
എന്റെ അനുഭവത്തിന് മാറ്റം വന്നു. ഞാൻ പാപത്തിനും മരിച്ചു. ഞാൻ ക്രിസ്തുവിൽ ഇന്ന് രാത്രി ഒരു പുതിയ സൃഷ്ടിയാണെന്ന് പറയുവാൻ കഴിയുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. 2 കൊരിന്ത്യർ 4:10 പറയുന്നതാണ് നമ്മുടെ ജീവിതാനുഭവം എന്ന് പറയുന്ന ആ വാക്യം ഒന്ന് വായിച്ച്. 4:10. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങൾ എന്തോ ചെയ്യുകയാണെന്നറിയാമോ? ഓ ഹല്ലേലൂയ! ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങള് വഹിക്കുകയാണ്. We carry, oh hallelujah, always bearing about in the body the dying of the Lord Jesus. Hallelujah! കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങൾ ദിവസേന മരിക്കുന്നു. Daily we die. ദിവസേന ഞങ്ങൾ മരിക്കുകയാണ്. ക്രിസ്തുവിന്റെ മരണം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ ജീവിക്കുന്നവന്റെ ശരീരത്തിലാണ് യേശുവിന്റെ ജീവൻ വെളിപ്പെടുന്നതെന്ന് ഇന്ന് രാത്രി ദൈവമക്കളെ നമ്മൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ജീവൻ നിന്നിൽ ആവസിക്കാൻ, നിന്നിൽ വെളിപ്പെടാൻ, നിന്നിലൂടെ മറ്റുള്ളവരത് മനസ്സിലാക്കുവാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ ക്രിസ്തുവിന്റെ മരണം നിന്റെ ശരീരത്തിൽ നീ വഹിക്കണമെന്ന് ഈ രാത്രി ദൈവാത്മാവ് നമ്മോട് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ധരം സിംഗ് എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹം രാജസ്ഥാൻ PCC പ്രസിഡന്റ് ആയിരുന്ന ഒരു മനുഷ്യനാണ്. രാജസ്ഥാൻ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്ന ഉന്നത ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിന്റെ പുസ്തകം ഞാൻ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വായിച്ചു. അദ്ദേഹം ഒരു വലിയ ബിസിനസ്സുകാരനായിരുന്നു. താന് ബോളിവുഡിലെ ചില സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. വളരെ അത്ഭുതകരമായ മനുഷ്യൻ യേശുവിനെ കണ്ടു. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു ജയിലിൽ കിടക്കുന്ന സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ അടുക്കൽ ചെന്ന സുവിശേഷം അദ്ദേഹത്തിന് പങ്കുവയ്ക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത്രയൊരു വലിയ മനുഷ്യനാണ്. താൻ ക്രിസ്തുവിലേക്ക് കടന്നു വന്നു. ഒരു രഹസ്യ ക്രിസ്ത്യാനിയായിട്ട് താൻ വളരെ കാലം ഇങ്ങനെ കഴിയുവാനിടയായി. തന്റെ ജീവിത സാഹചര്യങ്ങൾ നിമിത്തം തന്റെ വിശ്വാസം പരസ്യമായി പ്രഖ്യാപിക്കുവാൻ തനിക്ക് കഴിഞ്ഞിരുന്നില്ല. തന്റെ പിതാവ് അവരുടെ കുടുംബത്തിന്റെ തന്നെ ഒരു വലിയ അമ്പലത്തിന്റെ പൂജാരിയാണ് അദ്ദേഹത്തിന്റെ പിതാവ്. എന്നാൽ ചില വർഷങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ തന്റെ വിശ്വാസം ഒന്ന് പരസ്യമാക്കണമെന്ന് തനിക്കൊരാഗ്രഹം, നിയോഗമുണ്ടായിട്ട് ഒരു ദിവസം ധൈര്യം വീണ്ടെടുത്ത് താന് പൂജാരിയായ തന്റെ അപ്പന്റെ അടുക്കൽ കടന്നു ചെന്നിട്ട് അപ്പനോട് ധൈര്യത്തോട് പറഞ്ഞു, അപ്പാ, ഞാൻ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു, ഞാനൊരു ക്രിസ്ത്യാനിയായി. വളരെ ശക്തമായ പ്രതികരണം അപ്പന്റെ ഭാഗത്ത് നിന്ന് ഈ മകൻ പ്രതീക്ഷിച്ചെങ്കിലും വളരെ സൗമ്യനായി, വളരെ ശാന്തനായി ആ മകന്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് അല്പസമയം നോക്കിയതിനു ശേഷം പൂജാരിയായ പിതാവ് പറഞ്ഞു, നിനക്ക് വേദപുസ്തകമുണ്ടോ? ബൈബിൾ ഉണ്ടെങ്കിൽ നീ അത് എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അതുവരെ വീട്ടുകാരും അറിയാതെ വളരെ രഹസ്യമായി തന്റെ പെട്ടിക്കകത്ത് സൂക്ഷിച്ച് എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ മാത്രം എടുത്തു വായിച്ചിരുന്ന വേദപുസ്തകം വളരെ ഭയത്തോടുകൂടെ താൻ എടുത്തുകൊണ്ട് അപ്പന്റെ മുമ്പിൽ വന്നു. അപ്പന്റെ മുമ്പിൽ വന്നപ്പോൾ ഹിന്ദു പൂജാരിയായ ആ വലിയ മനുഷ്യൻ അദ്ദേഹത്തോട് പറയുകയാണ്, നീ ആ പുസ്തകം തുറന്ന് ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 25 മുതലുള്ള വാക്യം വായിക്കാൻ. ഈ മോൻ ഞെട്ടിപ്പോയി. കാര്യം അപ്പൻ വേദപുസ്തകം അറിയാവുന്ന ആളാണെന്ന് പുള്ളിക്ക് അതുവരെ അറിയത്തില്ലായിരുന്നു. നമുക്കറിയാമോ? നമുക്കാർക്കെങ്കിലും അറിയാം? ലൂക്കോസ് 14-25 തൊട്ട് എന്താന്ന് ചോദിച്ചാൽ പെന്തിക്കോസുകാരായ നമുക്കറിയാം, പാസ്റ്റർമാരായ ഞങ്ങൾക്ക് അറിയത്തില്ല, പിന്നെ നിങ്ങൾക്ക്. വിറയ്ക്കുന്ന കൈകളോടുകൂടെ ആ പുസ്തകം തുറന്ന് ഭാഗമെടുത്ത് അപ്പനെ വായിച്ചു കേൾപ്പിച്ചു. നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. എന്താ എഴുതിയേക്കുന്നത്? ഒന്ന് വായിച്ചേ. എന്റെ അടുക്കൽ വരികയും ആ
അടുത്ത വാക്യം. ബാക്കി വാക്യങ്ങൾ ചിലതുകൂടെ വായിച്ച് അവസാനിപ്പിച്ചപ്പോ അപ്പൻ മോനെ നോക്കി ചോദിച്ചു, ദിസ് ഈസ് ട്രൂ ക്രിസ്ത്യാനിറ്റി. വിൽ യു ബി ഏബിൾ ടു പ്രാക്ടീസ് ഇറ്റ്? ആ മോൻ അപ്പനോട് പറഞ്ഞാൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. അപ്പോഴാപ്പൻ മറുപടി പറഞ്ഞെന്താണെന്നറിയോ? അടുത്ത നാളുകളിൽ ഞാൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞ് മോനെ പറഞ്ഞു വിട്ടു. 10 വർഷങ്ങൾ കഴിഞ്ഞുപോയി, ദീർഘമായ 10 വർഷങ്ങൾ. ഒരു ദിവസം ഈ അപ്പൻ മകനെ വിളിച്ചു. അപ്പൻ മകനെ വിളിച്ചിട്ട് മോനോട് പറഞ്ഞെന്താണെന്നറിയാം? മോനെ, കഴിഞ്ഞ 10 വർഷമായി നിന്റെ ജീവിതം ഞാൻ സസൂക്ഷ്മം പഠിച്ചു വരികയായിരുന്നു. എനിക്കൊരു കാര്യം മനസ്സിലായി. അന്ന് നീ പരിശ്രമിക്കാമെന്ന് പറഞ്ഞതുപോലെ ക്രിസ്തുവിന്റെ ക്രൂശ് എടുത്ത് നീ അവനെ അനുഗമിക്കുന്നു എന്നുള്ളത് എനിക്ക് ബോധ്യമായി. അതുകൊണ്ട് നിന്റെ യേശുവിനെ എനിക്കും വേണമെന്ന് പറഞ്ഞ് പൂജാരിയായ അപ്പൻ മകന്റെ മുമ്പിൽ മുട്ടുമടക്കി യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചു. ഒരു വാക്കും സുവിശേഷ അപ്പനോട് പറഞ്ഞില്ല. കാര്യം പറയാൻ പോയാൽ അതിനപ്പുറം പറയാൻ പ്രാപ്തിയുള്ളവൻ അപ്പൻ. സ്തോത്രം. ഒരു വാക്കും പറഞ്ഞില്ല. ആ വീട്ടിനകത്ത് ക്രൂശെടുത്ത് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനായിട്ട് ആദ്യം വായിച്ച വാക്യങ്ങൾ പോലെ മറ്റൊന്നിനും അധിക പ്രാധാന്യം കൊടുക്കാതെ ക്രിസ്തുവിന് ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട് കുടുംബാംഗങ്ങളുടെ നടുവിൽ ജീവിക്കുവാൻ കഴിഞ്ഞതുകൊണ്ട് ആ കുടുംബത്തെ ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ ആ പ്രിയപ്പെട്ടവനിടയായി തീർന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളോടും എനിക്ക് പറയുവാനുള്ളത്, എന്റെയും നിന്റെയും പുറമേ കാണുന്ന ഏതെങ്കിലും ഉന്നതമായ അനുഭവങ്ങളോ നാം കാണിക്കുന്ന ജാടകളൊന്നുമല്ല നാം മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്നത്. നേരെ മറിച്ച് അവന്റെ മരണത്തിന്റെ പങ്കാളിത്തം പ്രാപിച്ചുകൊണ്ട് ഹല്ലേലൂയ, ഞാനും നീയും ക്രൂശെടുത്ത് അവനെ അനുഗമിക്കുന്ന അനുഭവമാണ് മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്നതെന്ന് ഇന്ന് രാത്രി ദൈവമക്കൾ തിരിച്ചറിയണം. ഒറ്റ വാചകം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരു ചിന്തകൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, the depth of your surrender or submission decides the height of your revival. നിന്റെ ജീവിതത്തിന്റെ താഴ്മയുടെ സമർപ്പണത്തിന്റെ ആഴമാണ് നിന്റെ ഉണർവിന്റെ ഉയരം തീരുമാനിക്കുന്നതെന്ന് ഇന്ന് രാത്രി ദൈവമക്കളുടെ ഹൃദയ പലകയിൽ എഴുതുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന വാചകം ഒന്നുകൂടെ വിളിച്ചു പറയാം. ഹല്ലേലൂയ. ഉണർവിന്റെ അടയാളമായി ഉപവാസ പ്രാർത്ഥനയിൽ സംഭവിക്കുന്ന പലതുമുണ്ട്. ഉച്ചത്തിൽ നാം പാടാറുണ്ട്, കരഘോഷം നാം ഉയർത്താറുണ്ട്, അന്യഭാഷയിൽ നാം ആരാധിക്കാറുണ്ട്, പ്രാർത്ഥനയിൽ നാം പോരാടാറുണ്ട്. എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഉപരിവിപ്ലവമായ പല ഉണർവുകളും ഹല്ലേലൂയ ഹോളിനകത്തിട്ടേച്ച് നമ്മളൊക്കെ പുറത്തോട്ട് പോകുവാനിടയായി തീരും. എന്നാൽ നമ്മുടെ സമർപ്പണത്തിന്റെ ആഴത്തിൽ നിന്ന് വെളിപ്പെട്ടു വരുന്ന ഒരു ഉണർവിന്റെ ഉയരമുണ്ട്. അത് അടക്കി കളയുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. എത്ര പേർക്ക് ഈ 18 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നിമിത്തം എന്റെ ഹൃദയത്തിനകത്ത് വെളിപ്പെട്ട സമർപ്പണത്തിന്റെ ആഴത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു ഉണർവ് ഇന്ന് രാത്രി എന്നിൽ വ്യാപരിക്കുന്നുണ്ടെന്ന് പറയുവാൻ കഴിയുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. ഹല്ലേലൂയ. ദോഹ ദൈവസഭയ്ക്കകത്ത് ആരംഭിച്ചിരിക്കുന്ന ഉണർവ് 21 ദിവസം കൊണ്ട് അവസാനിക്കേണ്ടതല്ല. അടുത്ത ദിവസങ്ങളിൽ നിലനിന്ന് ഫലം കായ്ക്കേണ്ട ഉണർവാണെങ്കിൽ ഹല്ലേലൂയ, അത് നിന്റെ സമർപ്പണത്തിന്റെ ആഴത്തിൽ നിന്ന് ഉണ്ടാകേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്ന ഉണർവിൽ ആശ്രയിക്കുന്ന ആ സ്ഥിതിയൊന്ന് മാറിയിട്ട് ഹല്ലേലൂയ
ഉണർവിന്റെ 3 തലങ്ങളുണ്ട്. അത് പറഞ്ഞതുകൊണ്ട് ഞാനങ്ങ് പറയാം. ഉണർവിന്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിന്യൂവൽ. നമ്മുടെ ജീവിതത്തിൽ പുതുക്കം ഉണ്ടാകണം. റിന്യൂവലാണ് നമ്മെ റിവൈവലിലേക്ക് നയിക്കുന്നത്. See, revival without renewal is meaningless. പുതുക്കം പ്രാപിക്കാതെയുള്ള ഉണർവെന്ന് പറയുന്നത് അതൊരു പ്രയോജനവുമില്ലാത്ത ഉണർവാ. എന്നാൽ റിന്യൂവൽ ആരംഭിച്ച് റിവൈവലിലേക്ക് തുടർന്ന് ഒരു സ്പിരിച്വൽ അവൈക്കനിങ് ആയിട്ട് മാറുന്നതാണ് വാസ്തവത്തിലുള്ള ഉണർവെന്ന് പറയുന്നത്. സ്തോത്രം. ഓരോ വ്യക്തിയിലും എന്തുണ്ടാകണമെന്നറിയോ? റിന്യൂവൽ ഉണ്ടാകണം. അകത്ത് പുതുക്കം ഉണ്ടാകണം. ഉണ്ടാകുന്നത് ക്രിസ്തുവിന്റെ മരണത്തോട് അനുരൂപപ്പെടുമ്പോഴാ. നമ്മൾ നമ്മെ തന്നെ മരിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാ. നമ്മളെ സ്വയം ഇല്ലാതെയാകാൻ നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാ നമ്മുടെ അകത്ത് പുതുക്കം ഉണ്ടാകുന്നത്. ഓരോരുത്തരിലും ആ പുതുക്കം ഉണ്ടെങ്കിലുണ്ടല്ലോ, അത് നമ്മുടെ സഭയ്ക്കകത്ത് ഒരു ഉണർവായിട്ട് വ്യാപരിക്കും. ഉപവാസപ്രാർത്ഥനയിൽ ദൈവമക്കളത് ആഗ്രഹിക്കണം. കർത്താവേ, ഞങ്ങളുടെ സഭയ്ക്കകത്തുള്ള എല്ലാ വിശ്വാസികളെയും, കുഞ്ഞുകുട്ടി ആബാലവൃത്തം എല്ലാവരെയും ഒന്ന് പുതുക്കണമേ എന്ന് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് കഴിയും? പ്രൈസ് ദി ലോർഡ്. ആ പുതുക്കം ഉണ്ടായാൽ അടുത്തപടി അതൊരു റിവൈവലായിട്ട് നമ്മുടെ ഇടയിൽ വ്യാപരിക്കും. സ്തോത്രം. ആ റിവൈവൽ ഇതിനകത്ത് കെട്ടടങ്ങത്തില്ല. അതൊരു സ്പിരിച്വൽ അവേക്കനിങ് ആയിട്ട് ചുറ്റുപാടുകളിലേക്ക് IPC സഭയ്ക്കകത്ത് ഒരു റിവൈവൽ ഉണ്ടാകാമെങ്കിൽ അത് ഇതിനകത്ത് കെട്ടടങ്ങത്തില്ല. അടുത്ത ഹോളുകളിലേക്ക് ഈ പട്ടണത്തിന്റെ പരിസരങ്ങളിലേക്ക് അല്ല. ഹല്ലേലൂയ. അതിർവരമ്പുകളെ ഭേദിച്ചുകൊണ്ട് ഒരു വലിയ സ്പിരിച്വൽ അവേക്കനിങ് ആയിട്ട് ആത്മാവിൽ അത് കാണാൻ എത്ര പേർക്ക് കഴിയും? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് പാടി കൈയടിച്ച് അവസാനിക്കുന്ന ഒരു ആത്മീയ ഉണർവിനെ കവിയുന്ന വിശാലതയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ഒരു സ്പിരിച്വൽ അവേക്കനിങ് ആയിട്ട് ഈ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന മാറുമെന്ന് എത്ര ദൈവമക്കൾക്ക് വിശ്വസിക്കുവാൻ കഴിയും? Praise the Lord. Hallelujah. The depth of your submission. അതിനെ വേറൊരു ചിന്തകൻ പറഞ്ഞിട്ടുള്ളത് the depth of your repentance decides the height of your revival. Hallelujah. Be conformed with the death of Christ. Be a partaker of Christ's death. ക്രിസ്തുവിന്റെ മരണത്തിന്റെ ഒരു പങ്കാളിത്തം എനിക്ക് പ്രാപിക്കണം. No more I, but Christ lives in me. വാസം പറയുമ്പോൾ അത് പറയാൻ നമുക്ക് കഴിയണം. ഞാൻ ആരാന്നറിയാവോ എന്ന് ചോദിക്കാൻ നമ്മുടെ അകത്ത് നമ്മൾ രൂപപ്പെട്ടിരിക്കുന്ന അവസ്ഥ മാറിയിട്ട് എന്റെ യേശു ആരാണെന്നറിയാവോ എന്ന് പറയത്തക്ക നിലയിലേക്ക് നമ്മുടെ അവസ്ഥ മാറണം. That is the first stage of our partaking with Christ. Second part ഞാനൊന്ന് ചുരുക്കി പറഞ്ഞ് ഈ രാത്രി ചിന്തകളെ അവസാനിപ്പിക്കാം. 2 Peter chapter 1 verse 4. 2 പത്രോസ് 1 അധ്യായത്തിന്റെ 4 വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചു. 2 പത്രോസ് 1 അധ്യായത്തിന്റെ 4 വാക്യം. ആ ഭാഗ്യം നമുക്ക് വളരെ സന്തോഷം തോന്നും. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്തരമായ ആർക്കാ വാഗ്ദത്തങ്ങൾ വേണ്ടാത്ത? വി ആർ ഫോർ പ്രോമിസസ് അല്ലേ? നമുക്ക് ഒത്തിരി വാഗ്ദത്തങ്ങൾ ഉണ്ട്. നമ്മളത് മുറുകെ പിടിക്കുന്നവരാണ്. യെസ്, ഗുഡ്, മുറുകെ പിടിച്ചുകൊള്ളുക. എന്നാൽ ഈ വാഗ്ദത്തങ്ങൾ ഉണ്ട്, എന്നിട്ട് അടുത്തത് എന്തുവാണെന്നറിയാം? ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള വിട്ട് ഒഴിഞ്ഞിട്ട്, ആ ഭാഗവും ഞാൻ അങ്ങ് വിടുക. അടുത്ത ഭാഗം ശ്രദ്ധിക്കുക. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. സ്തോത്രം. That by these you might be partakers of the divine nature. See, when we are partakers of his death, അവന്റെ മരണത്തിന്റെ പങ്കാളിത്വം നമ്മൾ ഏറ്റെടുത്തു കഴിയുമ്പം അതോട് ചേർന്ന് നമുക്ക് കിട്ടുന്നതും കിട്ടേണ്ടതുമായ ഒരു ഭാഗം എന്തെന്നറിയാമോ? അവന്റെ ദിവ്യ സ്വഭാവത്തിന്റെ
പങ്കാളിത്തം അല്ലെങ്കിൽ കൂട്ടാളിത്തം. പങ്കാളിത്തം അതേ പ്രയോഗം തന്നെയാണ്. പാർട്ടേക്കേഴ്സ് ഓഫ് ഡിവൈൻ നേച്ചർ. അവന്റെ ദിവ്യ സ്വഭാവം മറ്റൊരുത്തന്റെ സ്വഭാവത്തിന് ഇന്നുവരെ കൊടുത്തിട്ടില്ലാത്തൊരു പ്രയോഗം നമ്മുടെ കർത്താവിന്റെ സ്വഭാവത്തിനുണ്ട്. അത് ദിവ്യ സ്വഭാവമാണ്. അത് ദിവ്യ സ്വഭാവമാ. അത് ദിവ്യ സ്വഭാവമാ. ആ സ്വഭാവത്തിന്റെ പങ്കാളിത്തം വേണ്ട എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, വായിക്കാറുണ്ടല്ലോ, പ്രസംഗം കേൾക്കാറുണ്ടല്ലോ, ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഉണ്ടോ? നമുക്കറിയാം, സ്വഭാവം ജീനുകളിലൂടെ പടരുമെന്നാണല്ലോ പറയുന്നത്, അല്ലേ? പടരുമോ? ഇല്ലേ? പല നിലകളിൽ സ്വഭാവം മറ്റുള്ളവർ പകർത്താറുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ജീനുകളിലൂടെ പടരുന്നതാണ്. ഞാൻ ഒരു പാസ്റ്റർ എന്നുള്ള നിലയിൽ പല വീടുകളും വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാമല്ലോ, ഇപ്പൊ നമ്മുടെ പിള്ളേരൊക്കെ ഭയങ്കര കുസൃതികളാണ്. പല വീട്ടിലെ പിള്ളേർ ഒത്തിരി ഹൈപ്പർ ആക്റ്റീവാണ്, അല്ലേ? നമ്മൾ ഈ കഴിപ്പിക്കുന്നതും കുടിപ്പിക്കുന്നതും എല്ലാം കൂടെ ചെന്ന് പിള്ളേരെല്ലാം ഹൈപ്പർ ആക്റ്റീവാണ്. അപ്പൊ നമ്മൾ ചെന്നിരിക്കുന്നു ഒന്നും മനസ്സിലാക്കാതെ ഈ പിള്ളേരിങ്ങനെ ഭയങ്കര കുരുത്തക്കേടൊക്കെ കാണിക്കുമ്പം അപ്പനോ അമ്മയോ ഒക്കെ പറയും, എന്റെ പൊന്നു പാസ്റ്ററെ ഒന്നും പറയണ്ട, എന്തോ ഒരു കുരുത്തക്കേടാന്നറിയാമോ, അല്പം പോലും അടങ്ങിയിരിക്കുകയല്ല, അതാ ഇതാന്നൊക്കെ പിള്ളേരെ കുറിച്ചൊക്കെ പറയുമ്പോൾ ശാന്തമായിട്ട് ഞാൻ കേട്ടേച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതാരുടെയാ? അപ്പന്റെയാണോ അമ്മയുടെയാണോ? അപ്പൊ അമ്മ ഉടനെ പറയേ എന്റെ അവിടുത്തേതാ. അപ്പൊ അവിടുന്ന് പറയും, നമ്മുടേതേ അല്ല, അത് അവിടുത്തെ. നല്ലത് വല്ലോ ആന്നോ? അത് പിന്നെ നമ്മുടേതാ, അല്ല പിന്നെ ആരുടെയാ? അപ്പന്മാരായ നമുക്കറിയാം, നമ്മൾ നമ്മുടെ പിള്ളേർക്ക് കൊടുത്തിട്ടുണ്ട് ജീനുകളിലൂടെ. പിന്നെ ഏത് ജീനിലൂടെ കൊടുത്താലും മാനസാന്തരത്തിലൂടെ, യഥാർത്ഥ മാനസാന്തരത്തിലൂടെ അതിന് മാറ്റം വരുന്നത് കൊണ്ടാ ഇന്ന് രാത്രി കുഞ്ഞാടുകളായിട്ടൊക്കെ നമ്മൾ ഇവിടെ ഇരിക്കുന്നേ. പണ്ട് നമ്മൾ ആരായിരുന്നു പുള്ളികളെന്നറിയാം? അപ്പന്മാരിൽ നിന്നൊക്കെ അമ്മമാരിൽ നിന്നൊക്കെ കിട്ടിയ വകുപ്പുകള് മാനസാന്തരത്തിലൂടെ മാറിപ്പോയില്ലായിരുന്നുണ്ടെങ്കിൽ ഈ സഭാഗോളി വല്ലോ നമ്മളെ ഇരിക്കാൻ കിട്ടുമായിരുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ക്രിസ്തുവിലൂടെ നമുക്ക് വന്ന രൂപാന്തരം എത്ര വലിയതാണെന്നറിയാം, എത്ര വലിയതാണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പന്റെ സ്വഭാവം മക്കള് എന്ത് ചെയ്യാന്നറിയോ? വെളിപ്പെടുത്തും. യഥാ മാതാ തഥാ. അമ്മമാരൊന്നും പറയുന്നില്ലല്ലോ. യഥാ മാതാ, വേദോസത്തിലെ വാക്യാ ഞാൻ പറഞ്ഞേ, അല്ലാതെ വേറൊന്നുമല്ല പറഞ്ഞു. വേദോസത്തിലെ വാക്യാ പറഞ്ഞേ. യഥാ മാതാ തഥാ പുത്രി യഥാ പിതാ. അങ്ങനെ വാക്യമില്ലല്ലോ പാസ്റ്ററെ എന്ന് നിങ്ങൾ പറയല്ലേ? അല്ല, അത് ഞാൻ ഉണ്ടാക്കിയ വാക്യ. സ്തോത്രം. അങ്ങനെയൊക്കെ തന്നെയാ, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പനെ പോലെ മോൻ, അമ്മയെ പോലെ മോള്. പിന്നെ യഥാമാതാ പോരാ എന്നിട്ട് നാട്ടിൽ പിന്നെ ഒരു പറച്ചിലുണ്ട്, അമ്മ തടിവഴിയാണെങ്കിൽ മോള്. നിങ്ങളൊന്നും നാട്ടിൽ നിന്നൊന്നും വന്നവരേ അല്ലെന്നാ എനിക്ക് തോന്നുന്നത്. ശൂന്യാകാശത്തു നിന്ന് ഫ്ലൈറ്റേ ദോഹയിൽ ഇറങ്ങിയവരാണെന്നാ എനിക്ക് തോന്നുന്നത്. ഗ്ലോറി. സ്തോത്രം. സമയം പോകുന്നു. തടിവഴിയാണെങ്കിൽ മോൾ എലച്ചിൽ വഴി. ഇപ്പൊ എലച്ചിലും വിട്ട് താഴ്ചടിയേക്ക്. മടങ്ങി വരാം. അപ്പനിൽ നിന്ന് ജനിച്ചവനാണെങ്കിൽ അപ്പന്റെ സ്വഭാവം ഒരു പരിധി വരെയെങ്കിലും വെളിപ്പെടുത്താൻ മോൻ ബാധ്യസ്ഥന്. ഞങ്ങളുടെ നാട്ടിൻപുറത്ത് ഒരു നല്ല നായർ കുടുംബത്തിൽ ഒറ്റ മോൻ, നല്ല ഒരു ഫാമിലി. പക്ഷേ ആ ഒറ്റ മോൻ മുടിയമ്പുത്രനായിപ്പോയി. ഒടുവിൽ ഇവനെ കൊണ്ട് സഹി കെട്ടു. നാട്ടുകാരുടെ പരാതി, പോലീസ് സ്റ്റേഷനിൽ കേസ്. ഒടുവില് ഈ അപ്പൻ, മാന്യനായ മനുഷ്യൻ, എന്റെ ചെറുപ്പകാലത്താണ്, അന്ന് ഈ പ്രിന്റിംഗ് ഒന്നും അത്ര പ്രചാരമല്ല, ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം സ്വന്തം കൈപ്പടയില് കുറെ പോസ്റ്ററുകൾ എഴുതി തന്റെ അഡ്രസ്സും തന്റെ മോന്റെ കാര്യമെല്ലാം പറഞ്ഞു വെച്ചു. ഇനിമേലാൽ ഇവൻ എന്റെ മകനല്ല, ഇവൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് ഞാൻ ഉത്തരവാദിയല്ലെന്ന് പറഞ്ഞ് എല്ലാ കടകളുടെയും മുന്നിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് വെച്ചു. കാര്യം എന്തെന്നറിയാം? അവൻ കാണിച്ച സ്വഭാവം മാന്യനായി അവന്റെ അപ്പന് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് അപ്പം പറയുക, ഇനിമേലാൽ ഇവൻ എന്റെ മോനല്ല. അനേക സഭകളിലുള്ള ഒരുപാടെണ്ണത്തിന് തമ്പുരാൻ ഇതുപോലെ എന്നേ എഴുതി തള്ളിയേക്കുവാന്നറിയാം. മറ്റൊന്നും കൊണ്ടല്ല, സ്വഭാവത്തിന്റെ ശ്രേഷ്ഠത കൊണ്ട്.
നമ്മുടെ കർത്താവ് തന്റെ ശുശ്രൂഷയിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിന്റെ 31 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ട്. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ എന്റെ ശിഷ്യന്മാരാകും. അടുത്ത വാക്യം, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ഇവർക്ക് ആകെ ആദിബുദ്ധികളെ. ഇവരുടനെ പറയുകയാണ്, ഞങ്ങൾ ആരാന്നറിയോ? അബ്രഹാമിന്റെ സന്തതി. ഞങ്ങൾ ആർക്കും ഇതുവരെ നമ്മള് അഭിമാനികളാണല്ലോ അല്ലേ? നമ്മളൊക്കെ ഭയങ്കര അഭിമാനികളാണല്ലോ. പലരുടെ അഭിമാനം പലപ്പോഴും ദുരഭിമാനമാണെന്നുള്ളതൊരു സത്യ. സ്തോത്രം. ഇവര് ഭയങ്കര ദുരഭിമാനികളാ. ഇവരെ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുമെന്നൊക്കെ പറഞ്ഞപ്പം ഇവരറിഞ്ഞു, നീ എന്നാ പറയുന്നത്? ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്. ഞങ്ങൾ ഇതുവരെ ആർക്കും അടിമകളായിട്ടൊന്നും ഇരുന്നിട്ടില്ല, ദാസന്മാരായിട്ടൊന്നും ഇരുന്നിട്ടില്ല. തുടർന്നുള്ള ഭാഗം ഞാനങ്ങ് പറഞ്ഞു വിടാം. അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് കർത്താവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അബ്രഹാമിന്റെ മക്കളായിരുന്നു നിങ്ങളെങ്കിൽ നിങ്ങൾ ആരുടെ പ്രവൃത്തി ചെയ്യുമായിരുന്നറിയാമോ? അബ്രഹാമിന്റെ പ്രവൃത്തി ചെയ്യുമായിരുന്നു. എന്നാൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നിമിത്തം നിങ്ങൾ ആരുടെ പിള്ളേരാണെന്നറിയോ? പിശാച് എന്ന പിതാവിന്റെ മക്കളാണ് നിങ്ങളെന്ന് കർത്താവ് അവരുടെ മുഖത്ത് നോക്കി പറയുകയാണ്. അബ്രഹാമിന്റെ സന്തതി എന്ന അഭിമാനത്തോടെ പറഞ്ഞവരുടെ മുഖത്ത് നോക്കി പറയുകയാണ്, പാരമ്പര്യം കൊണ്ട് നിങ്ങൾ അബ്രഹാമിന്റെ മക്കളെന്ന് പറയുന്നു, പക്ഷേ സ്വഭാവം കൊണ്ട് നിങ്ങൾ വെളിപ്പെടുത്തുന്നു നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കളാണെന്ന്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കള്, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു എന്നും അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്നും വാക്യങ്ങൾ കോട്ട് ചെയ്തുകൊണ്ട് ഞാനും നീയും ഒരു ദൈവ പൈതൽ എന്ന് അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഈ രാത്രി പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത്, ദൈവത്തിന്റെ മക്കളെങ്കിൽ നാം അവന്റെ ദിവ്യ സ്വഭാവം വെളിപ്പെടുത്തുവാൻ ബാധ്യസ്ഥരാണെന്നുള്ളത് ഇന്ന് രാത്രി മറക്കരുത്. Praise the Lord. Hallelujah. ഗോവയിൽ പോർച്ചുഗീസുകാര് ആദ്യമായിട്ട് കടന്നു വന്ന സമയത്ത് നമുക്കറിയാം, ആദ്യമായിട്ട് ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാരനാരാ നിങ്ങൾക്ക് പറയാമോ? വാസ്കോ ഡ ഗാമ. എന്നാ വന്നേന്ന് പറയാമോ മോനെ? ഹിസ്റ്ററി അറിയാമോ? You tell me. It was in 1498, 1498 ആദ്യത്തെ കത്തോലിക്കൻ ഇന്ത്യയിൽ വന്നിട്ട് തിരിച്ചുപോയി കുറച്ച് കത്തോലിക്കരെ കൂടെ കൊണ്ടുവന്നു. ക്രിസ്ത്യാനികളെന്ന് അന്നറിയപ്പെടുന്നവരെ ഗോവയിൽ വന്നിറങ്ങിയ പോർച്ചുഗീസുകാർ ക്രിസ്ത്യാനികളെ നോക്കിക്കൊണ്ട് ഗോവയിലെ ആളുകൾ ക്രിസ്ത്യാനികളെ ഇങ്ങനെ ഡിഫൈൻ ചെയ്തു: Christians are meat eating, wine drinking, loose living people. That was the definition given. സ്തോത്രം. അവര് വന്നപ്പം അന്ന് ഗോവയിലുള്ള ആൾക്കാരൊന്നും മാംസം തിന്നുന്നവരല്ല. അപ്പൊ ഇവര് വന്നിറങ്ങിക്കഴിഞ്ഞപ്പം കൊഴുത്ത് തടിച്ച കാളകളൊക്കെ ഇങ്ങനെ റോഡിലൂടെ നെടുകയും കുറുകയും പോവാ. കിട്ടിയതിനെയൊക്കെ വെട്ടി ഇറച്ചിക്കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കൂട്ടത്തിൽ കുടിക്കാൻ വൈൻ വേണ്ടേ? അതുകൂടെ കുടിച്ചു. ഇഷ്ടം പോലെ ഇറച്ചിയും തിന്ന് ആവശ്യത്തിന് വീഞ്ഞും കുടിച്ചു കഴിയുമ്പം പിന്നെ എന്നതാ അവര് നോക്കിയപ്പോ ലൂസ് ലിവിംഗ്, മീറ്റ് ഈറ്റിംഗ്, വൈൻ ഡ്രിങ്കിങ്, ലൂസ് ലിവിംഗ് പീപ്പിൾ എന്ന് അന്നത്തെ ക്രിസ്ത്യാനികളെ ഗോവക്കാർ വിളിച്ചു. ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, പെന്തക്കോസ്തുകാരെന്ന്, ചർച്ച് ഓഫ് ഗോഡുകാരെന്ന്, IPC-കാരെന്ന്, ക്രിസ്ത്യാനികളെന്നൊക്കെ നമ്മൾ അഭിമാനത്തോട് പറയുമ്പോൾ നമ്മെ കാണുന്ന, നമ്മെ പഠിക്കുന്ന ലോകം നമ്മെ കുറിച്ച് എന്തു പറയുന്നു എന്നുള്ളത് ഇന്ന് രാത്രി ദൈവമക്കൾ തിരിച്ചറിയണം. 1 യോഹന്നാൻ 3:10 നമ്മൾ വായിക്കുന്ന എന്തെന്നറിയാമോ? ദൈവത്തിന്റെ മക്കളാരെന്ന്, പിശാചിന്റെ മക്കളാരെന്ന് എങ്ങനെ അറിയാമെന്ന് എഴുതി വച്ചിരിക്കുന്നതെന്നറിയാമോ? സ്തോത്രം. ഹല്ലേലൂയ. നീതി പ്രവർത്തിക്കാത്തവനും സഹോദരനെ സ്നേഹിക്കാത്തവനും അവൻ ആരിൽ നിന്നുള്ളവനല്ലെന്നറിയാമോ? ദൈവത്തിൽ നിന്നുള്ളവനല്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ മക്കളാരെന്ന് വെളിപ്പെടുന്നത് മറ്റൊന്നിലും കൂടെയല്ല, എന്റെയും നിന്റെയും സ്വഭാവത്തിലൂടെയാണെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുമ്പോൾ ഒരു സ്വഭാവ രൂപീകരണം ഹല്ലേലൂയ ആഗ്രഹിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? സമയപരിമിതിയാണ്. പക്ഷെ പരിശുദ്ധാത്മാവിൽ എനിക്ക് പറയുവാനുള്ളത്, ഉപവാസ നിമിത്തം, പ്രാർത്ഥന നിമിത്തം നമ്മുടെ സ്വഭാവത്തിന് ഒരു രൂപീകരണം ഉണ്ടാകണം. There should be a character formation in our life. Hallelujah. സ്വഭാവ രൂപീകരണം. ഒരനുഭവം ഞാൻ പറയാം. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ശവസംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിച്ചു. ഒരു ജോർജാന്റെ ശവസംസ്കാര ശുശ്രൂഷ.
ഞങ്ങൾ അനേക ദൈവദാസന്മാരുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവമനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ ഞങ്ങളൊക്കെ അനുശോചനം പറഞ്ഞ കൂട്ടത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ആ മനുഷ്യനെ കുറിച്ച് പറഞ്ഞു. എന്നാൽ ഒടുവിലായിട്ട് അദ്ദേഹത്തിന്റെ ഒരു അടുത്ത സ്നേഹിതൻ അനുശോചനം പറയുവാനായിട്ട് അടുത്തു വന്നിട്ട് താൻ തന്നെ ആദ്യം ഒന്ന് പരിചയപ്പെടുത്തി. ഒരു ഹൈന്ദവ പേരാണ് താൻ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്. അദ്ദേഹം സംസാരിക്കുവാനായിട്ട് തുടങ്ങിയിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്: ഈ കിടക്കുന്ന ജോർജ് ചായൻ 35 വർഷങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ഒരേ ഓഫീസിൽ അടുത്തടുത്ത കസേരകളിൽ ഇരുന്ന് ജോലി ചെയ്തവരാണ്. എന്നിട്ട് അടുത്ത വാചകം താൻ പറഞ്ഞത്: ഇന്നുവരെയും ഈ ജോർജ് ചായൻ യേശുവിനെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടില്ല. അത് കേട്ടപ്പോൾ ഞങ്ങളൊക്കെ ആകെ ജാള്യരായി. അതിനകത്തും ഒരു ദൂതുണ്ട്. എത്ര കൊല്ലമായി അടുത്തടുത്തൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്നുണ്ട്. ലോറി നമ്മുടെയൊക്കെ പെട്ടിയുടെ മുന്നിൽ വന്നേച്ച് ചിലരൊക്കെ പറയാൻ അവസരം കിട്ടിയാൽ പറയും, ഈ പുള്ളി പെന്തിക്കോസുകാരനാന്ന് ഇപ്പൊ ഈ നിങ്ങളെയൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പറയിപ്പിക്കല്ലേ. ആ വാചകം കേട്ടപ്പോൾ ഞങ്ങൾക്ക് അല്പം വിഷമം തോന്നി. ഞങ്ങൾ ഇതുവരെ പറഞ്ഞതെല്ലാം വെള്ളത്തിലായി പോയല്ലോ എന്നൊക്കെ തോന്നി. പക്ഷെ അടുത്ത വാചകം ഞങ്ങളെ ത്രസിപ്പിച്ചു. താൻ എന്താ പറഞ്ഞതെന്നറിയോ? എന്നാൽ ഞാൻ ഇന്ന് ഒരു ദൈവവേദല. ജോർജ് ചായൻ യേശുവിനെ കുറിച്ച് എന്നോട് പറഞ്ഞില്ല, പക്ഷെ ജോർജ് ചായന്റെ ജീവിതത്തിലൂടെ ഞാൻ യേശുവിനെ കണ്ടെന്ന് പറഞ്ഞു. വാട്ട് എ ടെസ്റ്റിമണി. ശവമഞ്ചത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരു ഹൈന്ദവ സഹോദരൻ പറയുക, എന്നോട് ജോർജ് ചായൻ യേശുവിനെ കുറിച്ച് പറഞ്ഞില്ല, പക്ഷെ യേശുവിനെ ഈ മനുഷ്യനിലൂടെ ഞാൻ കണ്ടു. ഞാനൊരു ദൈവവേദന, ഞാനും എന്റെ കുടുംബവും ഇന്ന് യേശുവിനെ സേവിക്കുന്നു. ഈ മനുഷ്യനിലൂടെ ഞാൻ യേശുവിനെ കണ്ടതുകൊണ്ട്. പ്രിയമുള്ളവരെ, അവന്റെ മരണത്തോടൊന്ന് അനുരൂപപ്പെട്ടിട്ട് അവന്റെ ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളിത്തം പ്രാപിച്ചിട്ട് ആയിരങ്ങളെ അല്ലെങ്കിൽ ഒരാളുടെ മുന്നിൽ ഹല്ലേലൂയ നമ്മൾ യേശുവിന്റെ മക്കളാണെന്ന്, യേശുവിനെ അനുഗമിക്കുന്നവരാണെന്ന് ഒന്ന് വെളിപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ എത്ര ധന്യരാണെന്നറിയാമോ? നമ്മൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണെന്നറിയാമോ? അതിനേക്കാൾ വലിയൊരു സാക്ഷ്യം പ്രിയമുള്ളവരെ നമുക്ക് പ്രാപിക്കാനില്ല. സ്തോത്രം. നമ്മൾ ലോകത്തിൽ പലതും വെട്ടിപ്പിടിച്ചു എന്ന് പറയിപ്പിക്കുന്നതിനേക്കാളുപരി നമ്മുടെ ജീവിതം കൊണ്ട് ഒരാൾ യേശുവിനെ കണ്ടുവെന്ന് പറയുന്നതിനേക്കാൾ ഒരു വലിയ കാര്യമില്ല. നമുക്ക് ആവശ്യമായിരിക്കുന്നത് അവന്റെ ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളിത്തമാണ്. അത് നമ്മൾ പ്രാപിക്കാമെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു ഗുണം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, യഹോവയായ ദൈവം സൂര്യനും പരിചയമാകും. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. റെഫറൻസ് ഞാൻ പറയാത്തതാ, കാര്യം ഏറ്റവും നമുക്ക് പരിചയമുള്ള ഒരു സങ്കീർത്തനമായതുകൊണ്ട് മിക്കവാറും സഭായത്തിൽ വായിക്കുന്ന സങ്കീർത്തനമായിട്ട് നിങ്ങളും തപ്പിയെടുത്തു. എടുത്ത അടുത്ത വാചകം പറയുന്നത് എന്തെന്നറിയാം? അത് തന്നെയാ, നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. ഞാനിത് ചേർത്തുകൊണ്ടിരുന്ന എവിടെ അറിയാം? ഉപവാസ പ്രാർത്ഥനയാണല്ലോ. സ്തോത്രം. വളരെ പ്രതീക്ഷകൾ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ ആലയത്തിൽ വന്നത്. എന്നാൽ വിചാരിച്ചതുപോലുള്ള വിഷയമല്ല ഞാൻ പറഞ്ഞത് ഇന്ന് രാത്രി. ഒരുപക്ഷെ നാളെ അങ്ങനെ ആയിരിക്കത്തില്ല, പക്ഷെ അതെല്ലാം കൊണ്ടുവന്ന് കണക്ട് ചെയ്യുന്ന ഒരു തലം ഉണ്ടായിരിക്കും. ഇന്ന് രാത്രി നിങ്ങളത് മനസ്സിലാക്കിക്കൊള്ളുക. അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ട് അവന്റെ ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളിത്തം പ്രാപിച്ച് നീയും ഞാനും ഹല്ലേലൂയ യേശുവിനെ പോലെ ആകുവാനുള്ള പരിശ്രമത്തിൽ നമ്മുടെ വിശ്വാസത്തിന്റെ ചുവടുകളെ വെക്കുന്ന നമ്മോടുള്ള ദൂത് പറയുന്നത് എന്തെന്നറിയാമോ? യഹോവയായ ദൈവം ആരാണെന്നറിയാമോ? അവൻ സൂര്യനും അവൻ പരിചയവുമാണ്. ഹല്ലേലൂയ. ഈ രാത്രി ദൈവശബ്ദം, നീ നേരോടെ ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിന്റെ പൈതലാണെങ്കിൽ അവൻ നിനക്ക് പരിചയമായി ഇന്ന് രാത്രി വെളിപ്പെടുന്നവനാണ്. He is your shield. If you are fearful of your protection,
പ്രൊട്ടക്ഷൻ, നിന്റെ സുരക്ഷിതത്വത്തെ കുറിച്ച് ഇന്ന് രാത്രി നിന്റെ അകത്ത് സംശയമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, എനിക്കറിയാം, ദൈവാത്മാവിൽ ഞാൻ മനസ്സിലാക്കുന്നു, പല വിഷയങ്ങളെ കുറിച്ച് ഭാരവും ഭയവും അകത്ത് കയറിയിട്ട് സുരക്ഷിതാവസ്ഥ ഇല്ലാത്തതിനെ ഈ രാത്രി ഇവിടെ കടന്നു വന്നിരിക്കുന്ന അവരോട് ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ളത്, നിന്റെ ദൈവം സൂര്യനാണ്, അവൻ നിനക്ക് പരിചയമാണ്. ഈ രാത്രി അവൻ നിനക്ക് പരിചയമാണ്, അവൻ നിനക്ക് പരിചയമാണ്. വിശ്വസിക്കുവാൻ എത്ര ദൈവമക്കൾക്ക് കഴിയും? അവൻ നിനക്ക് പരിചയമായി ഇന്ന് രാത്രി വെളിപ്പെടുന്ന ദൈവമാണ്. യഹോവ കൃപയും മഹത്വവും നൽകുന്നവനാണ്. അവൻ കൃപയും അവൻ മഹത്വവും നൽകുന്നവനാണ്. നേരോടെ നടക്കുന്നവർക്ക് അവൻ നന്മ മുടക്കയില്ലെന്ന് പറഞ്ഞാൽ, ഓ ഹല്ലേലൂയ, അവന്റെ ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളിത്വം ഏറ്റെടുത്ത ദൈവത്തിന്റെ പൈതല്, നിന്റെ നന്മ മുടക്കാതെ നിനക്ക് വേണ്ട കൃപ, നിനക്ക് വേണ്ട മഹത്വം ഇന്ന് രാത്രി പകർന്നു തള്ളുവാൻ അവൻ വിശ്വസ്തനായ ദൈവമാകിയാൽ, വിശ്വസിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുത്താട്ട് അവൻ പരിചയമായി വെളിപ്പെടട്ടെ. അവന്റെ കൃപ തന്റെ ജനത്തിന്റെ മേൽ ഇന്ന് രാത്രി പകരപ്പെടട്ടെ. അവന്റെ മഹത്വം ഈ രാത്രി കാണുവാൻ ദൈവം തന്റെ ജനത്തിന് കൃപ ചെയ്യട്ടെ. എല്ലാ അധരങ്ങളും ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ചാട്ട്, എല്ലാ നാവും ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുന്ന ദൈവമല്ല. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. ഒറ്റ വാചകം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സാധാരണ നമ്മൾ കേൾക്കുന്ന വാചകം എന്ന് പറയുന്നത് ബിലീവ് ആൻഡ് ബി ബ്ലെസ്ഡ്, വിശ്വസിച്ച് അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, മോർ ദാൻ ബിലീവിംഗ് ആൻഡ് ബീയിങ് ബ്ലെസ്ഡ്, ബിഹേവ് ആൻഡ് ബി ബ്ലെസ്ഡ്. യു ഫോളോ മീ? നിങ്ങളെന്നെ മനസ്സിലാക്കുന്നുണ്ടോ? ഇറ്റ്സ് ഗുഡ് ദാറ്റ് യു ബിലീവ്. നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, ദുരുപദേശം ഒന്നും പ്രസംഗിക്കുകയല്ല. വിശ്വസിച്ചാൽ നമുക്ക് അവന്റെ മഹത്വം കാണാം, വിടുതലുണ്ട്. പക്ഷെ അതിലെല്ലാം ഉപരി ഈ രാത്രി ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം. ഹല്ലേലൂയ. യു ബിഹേവ്. സ്വഭാവത്തിലൂടെ ക്രിസ്ത്യാനിത്വം വെളിപ്പെടുത്തുക. വിടുവിക്കുന്നവൻ അകലെ മാറി നിൽക്കയില്ല. നിന്നോടുള്ള വാഗ്ദത്തം അകലെ പോകയില്ല. കാലതാമസമെന്ന് നീ വിചാരിക്കുന്ന വിഷയത്തിന്റെ മേലും ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്, നിന്റെ സ്വഭാവത്തിൽ വരുന്ന രൂപാന്തര നിമിത്തം ഒരു വലിയ ദൈവപ്രവൃത്തി ഓ ഹല്ലേലൂയ.